to the missing important to books. आज रात 12 बजे से पूरे देश में संपूर्ण लॉकडाउन होने जा रहा है. സംസ്ഥാനം ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊറോണ മാർച്ച് മാസം 2020. പലർക്കും പലതാണ് കൊറോണ. ചിലർക്കൊക്കെ സന്തോഷമാണ്, മറ്റു ചിലർക്ക് സങ്കടമാണ്. ഞങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഞങ്ങളുടെ 10 മാസമാണ് ഈ ചൈനക്കാരെ നൈസായിട്ട് അങ്ങ് കൊണ്ടുപോയത്. ഞങ്ങളുടെ +2 ഫെയർവെല് പോയി കൂട്ടുകാരെ ഒന്ന് മുഖത്തോട് മുഖം കണ്ട് യാത്ര പറയാനുള്ളൊരു ചാൻസ് പോലും തന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പോലീസ് എസ്കോർട്ടോടുകൂടി എക്സാം എഴുതിയ ആ ടീം ഞങ്ങൾ മാത്രമേ കാണൂ. എല്ലാവർക്കും ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ 2 മാസമേ കിട്ടാറുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് ഒരു 5-6 മാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ പുതിയ വെബ് സീരീസ് കാണാനും ടിക്ടോക്ക് തുടങ്ങണോ യൂട്യൂബ് ചാനൽ തുടങ്ങണോ എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. ഇനി എന്ത് എന്ന വീട്ടുകാരുടെ ചോദ്യശരങ്ങൾക്ക് നടുവിലാണ് കൊറോണയുടെ വാരിയേഴ്സായ നേഴ്സുമാരുടെ ട്രെൻഡ് കുത്തനെ ഉയർന്നു വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. വീടിന്റെ ആധാരവും റേഷൻ കാർഡിന്റെ കോപ്പിയും ആധാർ കാർഡും അപ്പന്റെ വരുമാന സർട്ടിഫിക്കറ്റുമായി നേരെ അക്ഷയ സെന്ററിലേക്ക് ഒരു ഓട്ടായിരുന്നു. അക്ഷയിലെ ചേട്ടൻ പറഞ്ഞതുപോലെ LBSലും AMCSFNCKയിലും ABCDയിലും A മുതൽ Z വരെയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും അഡ്മിഷൻ വെച്ചു. പിന്നീടൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ കോളേജിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ അവർ 50 പേർ ഒറ്റക്കെട്ടായി LFന്റെ പടി കടന്നെത്തി. പടി കടന്നെത്താൻ പറ്റിയില്ല. ലോക്ക്ഡൌൺ 2.0. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോളേജ് ലൈഫ് വൈബാക്കാമെന്ന് കരുതിയപ്പോൾ ദേ വരുന്നു ലോക്ക്ഡൌൺ 2.0. അങ്ങനെ പുതിയ ബാഗ് ഇറക്കി വെച്ച് ഫോൺ എടുത്ത് ഹെഡ്സെറ്റ് വെച്ചൊരു ഇരിപ്പായിരുന്നു. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. അങ്ങനെ 2 മാസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം. അങ്ങനെ ഫസ്റ്റ് ഇയറിലെ ആദ്യ ദിവസം, ഫസ്റ്റ് ഇയറിലെ കോളേജിലെ ആദ്യ ദിവസം. ലാഗ് അടിച്ചോ? ഏറെക്കുറെ. ഞങ്ങൾക്ക് ലാഗായിരുന്നോടോ. ഒഴിഞ്ഞ വരാന്തകൾ, ഒഴിഞ്ഞ ക്ലാസ് മുറികൾ. ഓൺലൈൻ ക്ലാസ്സിൽ കണ്ട മുഖങ്ങളെ തേടിയപ്പോൾ ഞങ്ങൾ കണ്ടത് ഫേസ് ഷീൽഡ്, മാസ്ക് മാത്രം. ആകെ കൂട്ടിനുണ്ടായിരുന്നത് ആ ചില്ലുകൂട്ടിലെ മീൻകുഞ്ഞുങ്ങളായിരുന്നു. പ്രായാധിക്യം മൂലം ഇന്ന് ആ മീൻകുഞ്ഞുങ്ങൾ നമ്മോട് കൂടിയില്ല. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഞങ്ങളുടെ മീൻകുഞ്ഞുങ്ങളെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഹോസ്റ്റൽ ജീവിതവും ക്ലിനിക്കൽ പോസ്റ്റിംഗ്, നേഴ്സിംഗ് തിയറീസ്, ഇന്റേണൽ എക്സാം, ഇന്റേണൽ മാർക്ക്, ഓസ്കി, വൈവ, ഡെമോ, റിട്ടേൺ ഡെമോ, അസൈൻമെന്റ്, ലോഗ് ബുക്ക്, കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, കേസ് പ്രസന്റേഷൻ, ഡ്രഗ് ബുക്ക്, ഡ്രഗ് പ്രസന്റേഷൻ, ഫയല്, ക്ലിനിക്കൽ പ്രസന്റേഷൻ. അങ്ങനെ മൊത്തത്തിൽ കയ്പും എരിവും പുളിയും മധുരവും നിറഞ്ഞ ഒരാദ്യ വർഷം. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു
വിളി കേട്ട് ഇവന് വഴികാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവൻ അലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട് ഒരു കഥ പറയാത്തൊരു കഥ പറയാ നുണതരി കലരാത്തൊരു കഥ പറയാ അകലെയാണ് ഇവനുടെ കഥയിലെ നാട് അവിടെയാണ് ഇവനുയരരുളിയ വീട് ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴികാട്ട് സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. അങ്ങനെ ഫസ്റ്റ് ഇയറിന്റെ അവസാന ദിവസം ഒരു കൊല്ലത്തിന് ശേഷം ഫ്രഷേഴ്സ് ഡേ കിട്ടിയ ആദ്യ ബാച്ച് ഞങ്ങളായിരിക്കും. കാടിറങ്ങിയോടി വരുമൊരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ അമ്പു കൊണ്ട് കൊമ്പ് കുതരണം അമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രമൊരു ഞൊടിതാ വേതാളക്കഥയറിയാം ആറാണച്ചുറിയറിയാം വില്ലാണി കളിയറിയാം വീരാണി പട്ടണിയാം ആഴച്ചാലായാലും ആകാശം കാണൂല അങ്ങാടി ചെന്നാലും വിജയകരമായി നടത്തിയ ഫ്രഷേഴ്സ് ഡേ പൂർത്തിയാക്കി ഫസ്റ്റ് ഇയറിന്റെ എക്സാം പോലും എഴുതാതെ ഞങ്ങൾ നേരെ സെക്കൻഡ് ഇയറിലോട്ട് യാത്രയായി.